UDF സ്ഥാനാർത്ഥി പറയുന്നത് ശക്തമായിട്ടുള്ള രാഷ്ട്രീയ കേരളത്തിന് വലിയ രീതിയിലുള്ള ഒരു ദിശാബോധം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ബേപ്പൂരിൽ നൽകും. UDF അധികായന്മാരെ നേതാക്കന്മാർ പറയുന്നു രാഷ്ട്രീയ പോരാട്ടം, ശക്തമായ അട്ടിമറി ഉണ്ടാകും. ഓരോ ദിവസം കഴിയുമ്പോഴും എങ്ങനെയാണ് കോൺഫിഡൻസ് താങ്കളുടെ? ചുരുങ്ങിയ ദിവസം കൂടി 2021 തെരഞ്ഞെടുപ്പിലും LDF ജയിക്കും, സർവകാല റെക്കോർഡ് വോട്ടിന് ജയിക്കും എന്ന് UDF പറഞ്ഞിട്ടില്ല. അന്നും LDF തോക്കുന്നാണ് പറഞ്ഞത്. അന്ന് പോളിംഗിന് ശേഷം ചില ചാനലുകളിൽ എക്സിറ്റ് പോളിന്റെ പേരിൽ LDF തോക്കുന്നാണെന്ന് പറഞ്ഞു. പക്ഷെ സർവകാല റെക്കോർഡ് വോട്ട് കിട്ടി 82,000. ഇപ്പോ 1778 ദിവസം വോട്ടെണ്ണി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നവരെ MLA പ്രവർത്തിച്ച അനുഭവവും മാർച്ച് 15 മുതൽ സ്ഥാനാർത്ഥിയായ അനുഭവം വെച്ച് പറയുന്നു. ജനങ്ങളിൽ നിന്നുള്ള സ്നേഹം ലഭ്യമായതിന്റെ കരുത്തിൽ എന്ന് പറയുന്നു 82,000 ആളുകൾ സർവകാല റെക്കോർഡ്. ഒരു ചോദ്യം കൂടെ, ഈ ഡിജിറ്റൽ സ്പേസ് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടല്ലോ ഇപ്പം ഈ കാലഘട്ടത്തില്. വലിയ രീതിയിൽ സൈബറിടങ്ങളിൽ ഓരോ ദിവസവും വാദപ്രതിവാദങ്ങളാണ്. നമ്മൾ പ്രതിരോധത്തിലാവുന്നുണ്ടോ ഏതെങ്കിലും ഒരു വശത്ത്? അല്ല, ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഈ സർക്കാർ നിലനിൽക്കണം എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അവരത് പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും ഉറപ്പിച്ച് പറയുകയാണ് 100 കിടക്കുമെന്ന്. എന്തെങ്കിലും അങ്ങനെ ഒരു കമന്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കോൺഫിഡൻസ്? പശ്ചാത്തല വികസന മേഖലയിലുള്ള 30 കൊല്ലത്തിന് അപ്പുറം കാണേണ്ട മാറ്റം ഇപ്പൊ കാണുന്നു. അത് ഓരോരുത്തരും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു. ഓരോ വകുപ്പിലും ഇത് കാണാം, എല്ലാ വകുപ്പിലും. സഖാവിന് ഒരു ഭൂരിപക്ഷം പറയാൻ പറ്റുമോ? എത്ര സീറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു? അല്ല, അത് കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിക്കാനാണ് സാധ്യത.